ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതിയെന്ന കുറ്റത്തിന് ജയിലിലെത്തുന്നു. എന്നാൽ സരസനായ ബഷീർ ജയിലിലെ മറ്റ് പുള്ളികളെയും ചെറുപ്പക്കാരനായ ജയിൽ വാർഡനെയും കയ്യിലെടുക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മതിലിനപ്പുറത്തെ സ്ത്രീ തടവുകാരുടെ ജയിലിൽ നിന്നും ബഷീർ നാരായണി എന്നൊരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഹാജി മസ്താൻ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മതിലുകൾ എന്ന നോവലിനെ കുറിച്ചാണ്. പ്രശസ്തനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച പ്രശസ്ത നോവലുകളിൽ ഒന്നാണ് മതിലുകൾ. കൗമുദി ആഴ്ച പതിപ്പിൻ്റെ 1964 ഓണം സ്പെഷ്യൽ പതിപ്പിലാണ് ആദ്യമായി മതിലുകൾ പ്രസിദ്ധീകരിച്ചത്. മലയാളത്തിലെ പ്രശസ്തമായൊരു പ്രേമകഥയാണ് മതിലുകൾ. മറ്റ് കൃതികളെ പോലെ തന്നെ ആത്മകഥാപരമായിട്ടാണ് ഈ നോവലും ബഷീർ രചിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ തടവുകാരനായി ജയിലിലെത്തുന്ന ബഷീർ അവിടെ നേരിടുന്ന ചില അനുഭവങ്ങളാണ് ഈ ലഘു നോവലിൽ ആവിഷ്കരിക്കുന്നത്. ഒരു മതിലിനപ്പുറത്തുള്ള സ്ത്രീ ജയിലിലെ നാരായണി എന്ന സ്ത്രീയുമായി പ്രണയത്തിലാവുകയും എന്നാൽ അതൊരിക്കലും സഫലമാകാതെയും പോവുകയും ചെയ്യുന്നതാണ് ഈ കഥയുടെ ഇതിവൃത്തം. തികച്ചും ഒരു നഷ്ടപ്രണയത്തിൻ്റെ വേദനയാണ് ഈ നോവൽ നമുക്ക് പകർന്നു തരുന്നത്. എന്നത്തെയും പോലെ തന്നെ ഈ നോവലിലെ നായകൻ ബഷീർ തന്നെയാണ്. അദ്ദേഹം ഇതിലെ നായിക നാരായണിയെ ഒരിക്കലും കണ്ടുമുട്ടുന്നില്ലെങ്കിലും അവരുമായി അഗാധ പ്രണയത്തിലാവുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം വേർതിരിക്കപ്പെട്ട ജയിലുകളിലാണ് കഴിയുന്നതെങ്കിലും അവരുടെ പ്രേമത്തിൻ്റെ തീവ്രതയ്ക്ക് അതൊരു ഭംഗവും വരുത്തുന്നില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതിയെന്ന രാജ്യദ്രോഹ കുറ്റത്തിന് ബഷീറിനെ ജയിലിലടയ്ക്കുന്നു. എന്നാൽ വളരെ സരസനായ ബഷീർ ജയിലിലെ മറ്റു പുള്ളികളെയും ചെറുപ്പക്കാരനായ ജയിൽ വാർഡനെയും കൂട്ടുകാരാക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മതിലിനപ്പുറത്തെ സ്ത്രീ തടവുകാരുടെ ജയിലിൽ നിന്നും ബഷീർ നാരായണി എന്നൊരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ തുടർന്ന് ഇരുവരും പരിചയത്തിലാകുകയും ഇടയ്ക്കിടെ സംഭാഷണം നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ സംഭാഷണങ്ങൾ നടത്തി ക്രമേണ അവർ രണ്ടുപേരും അഗാധമായ പ്രണയത്തിലേക്ക് വഴുതിവീഴുന്നു. പരസ്പരം കാണാതെയുള്ള ഇരുവരുടെയും പ്രണയത്തിൽ പരസ്പരം കാണാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൈമാറുകയുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നാരായണി പരസ്പരം കണ്ടുമുട്ടാനുള്ള വഴി ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. എന്തെന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരേ ദിവസം തന്നെ ജയിലിനോടനുബന്ധിച്ചിട്ടുള്ള ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടാം എന്നായിരുന്നു നാരായണിയുടെ പ്ലാൻ. രണ്ടുപേരും പരസ്പരം ഓരോ റോസാപ്പൂക്കൾ തമ്മിൽ കയ്യിൽ കരുതി കൊണ്ടായിരിക്കണം ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്തുക എന്നായിരുന്നു നാരായണിയുടെ പ്ലാൻ. എന്നാൽ അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്ന ബഷീറിന് പെട്ടെന്ന് തന്നെ ആ വാർത്ത കേൾക്കേണ്ടി വരുന്നു. എന്തെന്നാൽ താൻ അതിനു മുമ്പ് തന്നെ ജയിൽ മോചിതനാകും എന്നായിരുന്നു ആ വാർത്ത. അതുവരെ കൊതിച്ചിരുന്ന മോചനം വേണ്ട എന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നാരായണിയുമായിട്ടുള്ള കണ്ടുമുട്ടലിൻ്റെ തലേന്ന് തന്നെ അദ്ദേഹം ജയിൽ മോചിതനാകുന്നു. കയ്യിൽ ഒരു റോസാപ്പൂവും പിടിച്ച് ബഷീർ ജയിലിനടുത്ത് നിൽക്കുന്നതായി കാണിച്ചുകൊണ്ട് ഈ കഥ അവസാനിപ്പിക്കുന്നു. അങ്ങനെ വായനക്കാരൻ്റെ മനസ്സിൽ ഒരു തീരാ നോവ് സൃഷ്ടിച്ചുകൊണ്ട് ബഷീർ വളരെ മനോഹരമായി ഈ നോവൽ അവസാനിപ്പിക്കുന്നു. പിന്നീട് ഈ നോവലിന് ഒരുപാട് സാഹിത്യ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയിരിക്കെ 1989 അടൂർ ഗോപാലകൃഷ്ണൻ ഈ നോവലിനെ ആസ്പദമാക്കി ഒരു ചലച്ചിത്രം നിർമ്മിച്ചു. അതിൽ ബഷീറായി അഭിനയിച്ചത് മലയാളത്തിൻ്റെ പ്രഗത്ഭ നടൻ മമ്മൂട്ടിയാണ്. കലാപരമായി മികച്ചതെന്ന് പേരെടുത്ത ഈ ചിത്രം ദേശീയവും അന്തർദേശീയവുമായ പല അവാർഡുകളും നേടി. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ഈ ചിത്രം നേടിക്കൊടുത്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.